ഇന്ന് ഞാൻ നോറക്കുട്ടിയെ കുളിച്ചപ്പോൾ അവളുടെ ചില ഉഡായിപ്പ് പരിപാടികൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ. ഇതാണ് നോറക്കുട്ടി കുളിച്ച് കഴിഞ്ഞാൽ തോർത്താനുള്ള ടർക്കി എന്ന് പറഞ്ഞാൽ. ഇവിടെ വരെ അവൾ നല്ല ശാന്ത സ്വഭാവമായിരുന്നു. പക്ഷേ കൂടിൻ്റെ വാതിലൊന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ സ്വഭാവങ്ങളും നേരെ മറിച്ചായി. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലേ? അവൾക്ക് തോർത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊണ്ടുവന്നത്. എന്നിട്ട് നോക്ക് എന്താ കാണിക്കുന്നതെന്ന്. പാവല്ലേ, തണുത്ത് കിടക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് തോർത്താൻ കൊണ്ടുചെല്ലണതാണ്. എന്നിട്ടാണ് ഈ വേഷം കെട്ട് കാണിക്കുന്നത് അവൾ. ഇതാണ് എപ്പോഴും ഇവിടുത്തെ അവസ്ഥ. നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറും, വാതിലടച്ചു കഴിഞ്ഞാൽ അത് താഴെ ഇടും. പിന്നെയും വാതിൽ തുറക്കും, അവളതെടുക്കും, വാതിലടയ്ക്കും, താഴെ ഇടും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്നത്തെ അവളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് നേരെ സൈക്കിളും കൊണ്ട് വാ, ഇവിടെ അരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു. കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണത്. പിന്നെ നേരെ കൊണ്ട് സൈക്കിളിൽ വെച്ചു. നല്ല ഭാരം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ വീട്ടിൽ വെറുതെ നിന്ന് കഴിഞ്ഞാൽ അമ്മമാരുടെ സ്ഥിരം പണിയാണ് പണിയില്ലെങ്കിൽ പണി ഉണ്ടാക്കി തരുന്നത്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്ന പോലെയല്ല, നല്ല ഭാരം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മയെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കില്ലേ എന്നെ നോക്കി ചീത്ത പറയുകയാണ്, നിനക്ക് എന്താ പെണ്ണേ വേറെ പണിയില്ലെന്ന് ചോദിച്ചിരിക്കുകയാണ്. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ നീ എന്തെങ്കിലും കാണിക്കുമെന്നും പറഞ്ഞ് നിൽക്കണത് ഇപ്പാണ്. പിന്നെ അമ്മ ബാക്കി 2 സഞ്ചി ഉണ്ടായിരുന്നു, അത് അമ്മയെ എടുത്തുകൊണ്ട് പോയി. ഈ സൈക്കിളിൽ ഞാനും കൊണ്ടുപോയി. എന്നാൽ പകുതി വരെ എത്തിയപ്പം ആളുടെ സ്വഭാവം ടോട്ടലി മാറി. കൊണ്ടുവന്ന 2 സഞ്ചിയിൽ നിന്ന് 1 സഞ്ചി അവിടെ ഇട്ടിട്ട് പറയാം വേണമെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ. എങ്ങനെ ഇരിക്കണം? പിന്നെ എൻ്റെ സ്വഭാവം അല്ല, ഞാനൊരു നല്ല മനസ്സിന് ഉടമയായതുകൊണ്ട് ഞാനൊന്നും പറയാതെ അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.